അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോയിൽ 4ാം ക്ലാസ് ലിസാനുൽ ഖുർആൻ പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത്. ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. നസ്ലു ബിൽ മുനാസിബി, യോജിച്ചതുകൊണ്ട് ചേർക്കാനാണ്. 6 ചോദ്യങ്ങളാണുള്ളത്. ഇവിടെ അതിനോട് യോജിക്കുന്ന ഉത്തരങ്ങൾ ഓപ്ഷൻസുകളായിട്ട് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുക്കേണ്ടതൊക്കെ മുൻഫസിലായ ലൊമീറുകളാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കാനുള്ളത്. ബ്രാക്കറ്റിൽ കൊടുത്ത ഉത്തരങ്ങൾ നോക്കാം. അന, നഹ്നു, ഹിയ, ഹും, ഹുന്ന, ഹുമാ. ഇനി ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താ? ഹബീബത്തുൻ ത്വാലിബത്തുൻ ഡാഷ് മാഹിറത്തുൻ. ഹബീബ വിദ്യാർത്ഥിനിയാണ്. ഇനി അവൾ എന്നുള്ള ഒരു ആൻസർ, അവൾ എന്നുള്ള അർത്ഥം വരുന്ന ഒരു ലൊമീറാണ് അവിടെ വെച്ച് കൊടുക്കേണ്ടത്. മാഹിറത്തുൻ എന്ന് ഇവിടെ ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് മുദക്കർ മുഅന്നസ്. ഉസ്താദ്മാർ മനസ്സിലാക്കി തന്നിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. മുദക്കർ എന്നാൽ ആണിനെ സൂചിപ്പിക്കുന്നതാണ്. മുഅന്നസ് പറഞ്ഞാൽ പെണ്ണിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ആണിനെ സൂചിപ്പിക്കുന്ന ഒരു സെൻറ്റൻസ് വന്നാൽ നമ്മൾ അവിടെ വെച്ച് കൊടുക്കേണ്ട ലൊമീറുകൾ ഏതൊക്കെയാണ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഹുവ ഒരാളാണെങ്കിൽ, പിന്നെ 2 ആളാണെങ്കിൽ ഹുമ എന്നും, 2ൽ കൂടുതലുണ്ടെങ്കിൽ ഹും എന്നുമാണ് വെച്ചെടുക്കേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പെണ്ണുങ്ങളാണെങ്കിൽ അവിടെ ഒരു പെണ്ണാണെങ്കിൽ ഹിയ എന്നും, ഒന്നിലധികം 2 പെണ്ണുങ്ങളാണെങ്കിൽ ഹുമ. അത് പിന്നെ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മുസന്നക്ക് അഥവാ 2 എണ്ണത്തിനെ സൂചിപ്പിക്കുന്നതിന് നമ്മൾ ഹുമ എന്ന് വെച്ച് കൊടുക്കാം. അവിടെ പ്രശ്നമില്ല. പിന്നെ 2ൽ കൂടുതൽ സ്ത്രീകളുണ്ടെങ്കിൽ നമുക്കവിടെ ഹുന്ന എന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഹബീബത്തുൻ ത്വാലിബത്തുൻ, ഹബീബ വിദ്യാർത്ഥിയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി അത് പെണ്ണിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ അത് മുഅന്നസാണ്. പിന്നെ ഒരാളെയാണ് പറയുന്നത്, അപ്പോൾ അത് മുഫ്രദാണ്. അപ്പോൾ മുഫ്രദ് മുഅന്നസായ ഒരു ലൊമീറാണ് വെച്ച് കൊടുക്കേണ്ടത്. അത് ഏതാണ്? നമുക്ക് അതിൻ്റെ ആൻസറുകളൊക്കെ പേജ് നമ്പർ 8 കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ 2ാമത്തെ പാരഗ്രാഫിൽ ആ തുടങ്ങുന്നിടത്ത് തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട്. ഹബീബത്തുൻ ത്വാലിബത്തുൻ ഹിയ മാഹിറത്തുൻ. അപ്പോൾ നമ്മളവിടെ ഹിയ എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി 2ാമത്തെ എന്താ? അൽ ഔലാദു മാഹിറൂന ഡാഷ് യദറുസൂന ജയ്യിദൻ. അൽ ഔലാദു മാഹിറൂൻ, വിദ്യാർത്ഥികൾ അഥവാ ആൺകുട്ടികളെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. മാഹിറൂൻ, ആൺകുട്ടികൾ സമർത്ഥരാണ്. ഇനി അവർ നന്നായി പഠിക്കുന്നവരാണ്. യദ്റുസൂന ജയ്യിദൻ, നന്നായി പഠിക്കുന്നവരാണ്. ഇനി അവർ എന്നുള്ള അർത്ഥത്തിൽ ഒരു ലൊമീറാണ് അവിടെ വെച്ചെടുക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അൽ ഔലാദ് എന്നുള്ളത് ജം ആണ്, 2ൽ കൂടുതലുണ്ട്. പിന്നെ ആണുങ്ങളായതുകൊണ്ട് മുദക്കറുമാണ്. അപ്പോൾ അതിനോട് യോജിക്കുന്ന ജം മുദക്കറായ ഒരു ലൊമീറാണ് വെച്ചെടുക്കേണ്ടത്. അതേതാണ്? നമുക്ക് പേജ് നമ്പർ 8 തന്നെ 3ാമത്തെ വരിയിൽ അത് കാണുന്നുണ്ട്. ആദ്യത്തെ 3ാമത്തെ വരിയിൽ അൽ ഔലാദു മാഹിറൂൻ ഹും യദ്റുസൂന ജയ്യിദൻ. അപ്പോൾ അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ഹും എന്നാണ്. നമ്മുടെ ഓപ്ഷൻസുകളിൽ ഹും എന്നതാ 4ാമതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 3ാമത്തത് അസ്ബറു വ അൻവറു ത്വാലിബാനി ഡാഷ് അഖ്വാനി. അസ്ബറും അൻവറും വിദ്യാർത്ഥികളാണ്. അവർ 2 പേരും എന്നർത്ഥം വരുന്ന ഒരു ലൊമീറാണ് വെച്ചെടുക്കേണ്ടത്. അഖ്വാനി സഹോദരന്മാരാണ്. അപ്പോൾ ഇവിടെ 2 പേരായതുകൊണ്ട് മുസന്നയാണ്, ആണുങ്ങളായതുകൊണ്ട് മുദക്കറാണ്. അപ്പോൾ മുസന്ന മുദക്കറിനോട് യോജിക്കുന്ന ഒരു ലൊമീറാണ് വെച്ചെടുക്കേണ്ടത്. അത് ഏതാണ്? നമുക്കറിയാം. അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി നമ്മൾ അതേ പേജിൽ തന്നെ 2ാമത്തെ വരിയിൽ അതാ പറയുന്നുണ്ട്. അസ്ബറു അൻവറു ത്വാലിബാനി ഹുമാ അഖ്വാനി. അപ്പോൾ അവിടെ ഹുമ എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മുടെ ഓപ്ഷൻസുകളുടെ അവസാനം ഹുമ എന്നുണ്ട്. ഇനി 4ാമത്തത് അൽ ബനാത്തു മാഹിറാത്തുൻ ഡാഷ് യദ്റുസ്ന ജയ്യിദൻ. അൽ ബനാത്തു മാഹിറാത്തുൻ, പെൺകുട്ടികൾ സമർത്ഥരാണ്. പിന്നെ യദ്റുസ്ന ജയ്യിദൻ, അവർ നന്നായി പഠിക്കുന്നവരാണ്. അപ്പോൾ ഇവിടെ പെൺകുട്ടികൾ എന്നതുകൊണ്ട് നമുക്ക് മനസ്സിലായി അത് ജം ആണ്, അതേപോലെ മുഅന്നസും ആണ്. അപ്പോൾ അതിനോട് യോജിക്കുന്ന ഒരു ലൊമീറാണ് വെച്ച് കൊടുക്കേണ്ടത്. നമ്മുടെ പുസ്തകത്തിൽ അതുണ്ട്. പിന്നെ 2ാമത്തെ പാരഗ്രാഫിൽ അവസാനത അൽ ബനാത്തു മാഹിറാത്തുൻ ഹുന്ന യദ്റുസ്ന ജയ്യിദൻ. അപ്പോൾ അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ഹുന്ന എന്നാണ്. ഇനി 5ാമത്തെ ചോദ്യം ഡാഷ് ദാരിസുൻ ഖലമി ഫിസ്സുന്ദൂഖി. അവിടെ വിദ്യാർത്ഥിയാണ്, എൻ്റെ പേന ബോക്സിലാണ് എന്നാണ് അർത്ഥമായിട്ട് വരിക. അവിടെ ഞാൻ എന്ന അർത്ഥം വരുന്ന ഒരു ലൊമീറാണ് വെച്ച് കൊടുക്കേണ്ടത്. നമ്മുടെ പുസ്തകത്തിൽ അതേ പേജിൽ തന്നെ 3ാമത്തെ പാരഗ്രാഫിൽ 3ാമത്തെ വരിയിലത അന ദാരിസുൻ ഖലമി ഫിസ്സുന്ദൂഖി.
അപ്പോൾ അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് അന എന്നാണ്. അന ദാരിസുൻ, ഞാൻ വിദ്യാർത്ഥിയാണ്. കലമി ഫി സുന്ദൂഖി, എൻ്റെ പേന ബോക്സിലാണ്. ഇനി ആറാമത്തെ ചോദ്യം, ഡാഷ് മുസ്ലിമൂന നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്ലിങ്ങളാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്നു എന്നാണ് അർത്ഥം വരിക. അപ്പോൾ അവിടെ ഞങ്ങൾ അല്ലെങ്കിൽ നാം എന്നർത്ഥം വരുന്ന ഒരു ലമീറാണ് വെച്ചു കൊടുക്കേണ്ടത്. അത് നമ്മുടെ ആ പുസ്തകത്തിൽ അതിൻ്റെ ലാസ്റ്റ് ഭാഗത്തത് പറയുന്നു, നഹ്നു മുസ്ലിമൂന നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പോൾ ഇവിടെ നബിയുന മുഹമ്മദുൻ എന്നുള്ളത് മതി. ചേർത്ത് കൊടുക്കേണ്ടത് നഹ്നു എന്നാണ്. നഹ്നു നാം, മുസ്ലിമൂന മുസ്ലിങ്ങളാണ്, നബിയുന നമ്മുടെ നബി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയാണ് അത് ചേർത്ത് കൊടുക്കേണ്ടത്. ഉത്തരങ്ങളൊന്നും കൂടി പറയാം. ഒന്ന് ഹബീബത്തുൻ ത്വാലിബത്തുൻ, അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ഹിയ മാഹിറത്തുൻ. രണ്ട് അൽ ഔലാദു മാഹിറൂൻ, അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ഹും യദറുസൂന ജയ്യിദൻ. മൂന്ന് അസ്ബർ വ അൻവറു ത്വാലിബാനി, അവിടെ ചേർക്കേണ്ടത് ഹുമാ അഖവാനി. നാല് അൽ ബനാത്തു മാഹിറാത്തുൻ, അവിടെ ചേർക്കേണ്ടത് ഹുന്ന യദറുസ്ന ജയ്യിദൻ. അഞ്ച് ചേർത്ത് കൊടുക്കേണ്ടത് അന ദാരിസുൻ കലമി ഫി സുന്ദൂഖി. ആറ് ചേർത്ത് കൊടുക്കേണ്ടത് നഹ്നു മുസ്ലിമൂന നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ ആക്ടിവിറ്റി നഖ്താറു സ്വഹീഹ വ നക്തുബു, ശരിയായത് തിരഞ്ഞെടുത്തിട്ട് അത് എഴുതാനാണ്. ഇവിടെ രണ്ട് ഓപ്ഷൻസുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നേ ശരി ഉണ്ടാവുള്ളൂ, അതാണ് എടുത്ത് എഴുതേണ്ടത്. എന്താണ്? ഒന്ന് ഹിയ ദാരിസുൻ, അതുപോലെ തന്നെ ഹുവ ദാരിസുൻ. നമുക്കറിയാം ഇവിടെ ദാരിസുൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി, ഒരു മുദക്കറാണ്, ഒരാണിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഹിയ എന്നും കൊടുത്തിട്ടുണ്ട്, ഹുവ എന്നും കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. ഹുവ ഹുമാഹും, ഇത് മൂന്നുമാണ് ആണിനെ സൂചിപ്പിക്കുന്നത്. ഹിയ ഹുമാഹുന്ന, അതാണ് സ്ത്രീകളെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ ഇവിടെ ദാരിസുൻ എന്നുള്ളത് മുദക്കറായതുകൊണ്ട് അതിനോട് യോജിക്കുന്ന ലമീറാണ് നമ്മൾ അവിടെ കറക്റ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ ഹുവയാണ്. അപ്പോൾ ഹുവ ദാരിസുൻ എന്നുള്ളതാണ് അതിൽ ശരി. ഹിയ ദാരിസുൻ എന്ന് പറയാൻ പറ്റൂല, അത് തെറ്റാണ്. ഇനി രണ്ടാമത്തത് ഇസ്മുഹു ഹബീബുൻ ഇസ്മുഹാ ഹബീബുൻ. ഇവിടെ എങ്ങനെയാണ്, ഏതാണ് ശരി? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആൻസറുകളൊക്കെ പേജ് നമ്പർ 7 പിന്നെ ഇസ്മുഹു ഹബീബുൻ ഇസ്മുഹാ ഹബീബുൻ, ഇവിടെ ഹബീബാണ് ഉള്ളത്, അത് മുദക്കറാണ്. ഇനി നമ്മൾ ഇസ്മുഹു ഇസ്മുഹ എന്നുള്ളതാണ് നോക്കേണ്ടത്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അഥവാ ഒരു മുദക്കറിനോട് മുത്തസിലായി ചേരുന്ന ലമീർ ഹു എന്നാണ്. അത് മുഅന്നസാണെങ്കിലാണ് ഹ എന്ന് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഹബീബ് മുദക്കറായതുകൊണ്ട് നമ്മൾ ഇസ്മുഹു എന്നാണ് ചേർക്കേണ്ടത്. ഇസ്മുഹു, അവൻ്റെ പേര് ഹബീബുൻ, ഹബീബ് എന്നാണ്. ഇനി മൂന്നാമത്തേത് ഹുന്ന ദാരിസൂന ഹും ദാരിസൂൻ, അവർ വിദ്യാർത്ഥികളാണ്. ഇത് മുദക്കർ ആണിനെ സൂചിപ്പിക്കുന്നതാണ്. ദാരിസൂൻ എന്നാണ് അവിടെ ഉള്ളത്. അതിൽ ഇനി ഹുന്നയാണോ ഹും എന്നാണോ ചേർക്കേണ്ടത്? നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ ഹും എന്നുള്ളതാണ് മുദക്കറിനോട് യോജിക്കുന്നത്, ഹുന്ന മുഅന്നസിനോട് യോജിക്കുന്നതാണ്. അപ്പോൾ നമ്മളവിടെ ഹും ദാരിസൂൻ എന്നാണ് ചേർത്തെടുക്കേണ്ടത്, ഹും ദാരിസൂൻ. നാലാമത്തത് ഹാദാ ബിൻതുൻ ഹാദിഹി ബിൻതുൻ, ഇവിടെ ബിൻതുൻ എന്നാണുള്ളത്. ബിൻതുൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് മുഅന്നസാണ്. അപ്പോൾ ഹാദാ ഹാദിഹിയാണോ ചേർക്കേണ്ടത്? നമ്മൾ 2ാം ക്ലാസ് മുതൽ പഠിച്ചിട്ടുണ്ട്. ഹാദയാണോ ഹാദിഹിയാണോ? മുഅന്നസാണെങ്കിൽ ചേർക്കേണ്ടത് ഹാദിഹി എന്നാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഹാദിഹി ബിൻതുൻ എന്നാണ് ശരി. ഉത്തരങ്ങളൊന്നും കൂടി പറയാം. ഒന്ന് ഹിയ ദാരിസുൻ ഹുവ ദാരിസുൻ, അതിൽ ശരി ഹുവ ദാരിസുൻ. 2 ഇസ്മുഹു ഹബീബുൻ ഇസ്മുഹാ ഹബീബുൻ, അതിൽ ശരി ഇസ്മുഹു ഹബീബുൻ. മൂന്നാമത്തത് ഹുന്ന ദാരിസൂന ഹും ദാരിസൂൻ, അതിൽ ശരി ഹും ദാരിസൂൻ. 4 ഹാദാ ബിൻതുൻ ഹാദിഹി ബിൻതും, അതിൽ ശരി ഹാദിഹി ബിൻതുൻ. മൂന്നാമത്തെ ആക്ടിവിറ്റി നുക്കമ്മിലുൽ ജദ്വല, പട്ടിക പൂർത്തിയാക്കി കൊടുക്കാനാണ്. ഇവിടെ മുത്തസിലായ ലമീർ ചേർന്ന് വരുന്ന ഒരു വാക്കാണ് ഇവിടെ സർഫാക്കിങ്ങാണ്ട് തന്നിട്ടുള്ളത്. എന്താ? നടുവിൽ കിതാബുഹുമാ എന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യത്തതും അവസാനത്തതാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ ആൻസറൊക്കെ പേജ് നമ്പർ 7 പട്ടികപ്പെടുത്തിയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്കത് നോക്കിയാൽ മനസ്സിലാകും.
ഒന്നാമത്തത് എങ്ങനെ വരിക? കിതാബുഹു എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കിതാബുഹു. കിതാബുഹുമാ എന്നവിടെ ഉണ്ട്. പിന്നെ മൂന്നാമത് ചേർത്ത് കൊടുക്കേണ്ടത് കിതാബുഹും എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ രണ്ടാമത് കിതാബുഹ എന്നാണ് രണ്ടാമത്തേൽ അവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. കിതാബുഹുമ എന്നവിടെ ഉണ്ട്. അവസാനം ചേർത്ത് കൊടുക്കേണ്ടത് കിതാബുഹുന്ന എന്നാണ്. ഉത്തരങ്ങളൊന്നും കൂടി പറയാം. ഒന്ന്, കിതാബുഹു എന്ന് ചേർക്കണം. കിതാബുഹുമ എന്നവിടെ ഉണ്ട്. മൂന്നാമതായി കിതാബുഹും എന്ന് ചേർത്ത് കൊടുക്കണം. രണ്ടാമത്തേൽ കിതാബുഹ എന്ന് ചേർക്കണം. കിതാബുഹുമ എന്നവിടെ ഉണ്ട്. കിതാബുഹുന്ന എന്ന് ചേർത്ത് കൊടുക്കണം. അവസാനമായിട്ട് കിതാബുഹു, കിതാബുഹുമ, കിതാബുഹും, കിതാബുഹ, കിതാബുഹുമ, കിതാബുഹുന്ന. ഇനി നാലാമത്തെ ആക്ടിവിറ്റി നുഅരിബു, അറബിയയിലാക്കാനാണ്. ഇവിടെ 3 ചോദ്യങ്ങളാണുള്ളത്. ഒന്ന്, സെക്കൻഡറി മദ്രസ. സെക്കൻഡറി മദ്രസക്ക് എന്താണ് അറബിയിൽ പറയുക? നമ്മുടെ 5-ാമത്തെ പേജ് അഥവാ 2-ാമത്തെ പാഠം ദാരിസുൻ മുജിദുൻ എന്നുള്ള പാഠത്തിൽ ആദ്യ വരിയിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. അൻവർ മുദരിസുൻ ഹുവ മുദരിസുൻ ഫിൽ മദ്രസത്തി സാനവിയ. അപ്പോൾ മദ്രസത്തുൻ സാനവിയത്തുൻ എന്നാണ് സെക്കൻഡറി മദ്രസ എന്നുള്ളതിൻ്റെ അറബി. 2, അവളുടെ വീട് തോടിൻ്റെ അടുത്താണ്. അതിൻ്റെ ഉത്തരം നമുക്ക് 8-ാമത്തെ പേജിൽ 2-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. ഹബീബത്തുൻ ത്വാലിബത്തുൻ ഹിയ മാഹിറത്തുൻ കഴിഞ്ഞിട്ടത് പറയുന്നു ബൈത്തുഹ, അവളുടെ വീട് ഖരീബും മിനന്നുഹൈരി, തോടിൻ്റെ അടുത്താണ്. അപ്പോൾ ആൻസർ ബൈത്തുഹ ഖരീബും മിനന്നുഹൈരി എന്നാണ്. ഇനി 3-ാമത്തെ ചോദ്യം, നിൻ്റെ പുസ്തകം ബാഗിലാണ്. നിൻ്റെ പുസ്തകം ബാഗിലാണ്. അതെങ്ങനെ അറബിയിലാക്കാം? നമ്മുടെ പുസ്തകത്തിൽ 8-ാമത്തെ പേജിൽ തന്നെ 3-ാമത്തെ പാരഗ്രാഫിൽ 2-ാമത്തെ വരിയിൽ പറയുന്നുണ്ട് യാ ഫൗസിയ അൻതി ജാലിസത്തുൻ, ഫൗസിയ നീ ഇരിക്കുന്നവളാണ്. അത് ഒരു സ്ത്രീയോടായതുകൊണ്ടാണ് ഇനി കിതാബുക്കി എന്ന് പറയുന്നത്. അവിടെ ഒരു പുരുഷനാണെങ്കിൽ കിതാബുക്ക എന്നാണ് പറയുക. അപ്പോൾ കിതാബുക്കി, നിൻ്റെ പുസ്തകം ഫിൽ ഹഖീബത്തി, ബാഗിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ആണാണോ പെണ്ണാണോ എന്നൊന്നും പറയാത്തത് കൊണ്ട് കിതാബുക്ക ഫിൽ ഹഖീബത്തി എന്ന് എഴുതാം. കിതാബുക്കി ഫിൽ ഹഖീബത്തി എന്ന് എഴുതിയാലും ശരി തന്നെയാണ്. ഉത്തരങ്ങളൊന്നും കൂടി പറയാം. ഒന്ന്, സെക്കൻഡറി മദ്രസ, അതിൻ്റെ അറബി മദ്രസത്തുൻ സാനവിയത്തുൻ. 2, അവളുടെ വീട് തോടിൻ്റെ അടുത്താണ്. അതിൻ്റെ ഉത്തരം ബൈത്തുഹ ഖരീബും മിനന്നുഹൈരി. 3, നിൻ്റെ പുസ്തകം ബാഗിലാണ്. അതിൻ്റെ അറബി കിതാബുക്കി ഫിൽ ഹഖീബത്തി. 5-ാമത്തെ ആക്ടിവിറ്റി നുതർജിമു, പരിഭാഷപ്പെടുത്താനാണ്. ഇവിടെ 3 ചോദ്യങ്ങളാണുള്ളത്. അതിൽ 2 നമ്മുടെ 1-ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ച ആ പദ്യത്തിൽ നിന്നുള്ളതാണ്. മറ്റൊന്ന് അതിൻ്റെ പുറത്തുള്ളതാണ്. 1, നജ്ജിനി മിൻ കുല്ലി ഷെറിൻ. എന്താണ് അതിൻ്റെ അർത്ഥം? അർത്ഥം കൂടി പഠിച്ചു വെക്കണേ, എങ്കിലേ ഇതേപോലെ അർത്ഥം ചോദിച്ചാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. ചില കുട്ടികൾ ആ പദ്യം മാത്രം പഠിച്ചു വെക്കുക, അതുകൊണ്ട് കാര്യമില്ല. അർത്ഥങ്ങൾ ഇങ്ങനെ സെൻറ്റൻസിൽ ചോദിക്കാം, അല്ലെങ്കിൽ വാക്കർത്ഥങ്ങളായിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ വന്നത് നജ്ജിനി മിൻ കുല്ലി ഷെറിൻ, എൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തേണമേ. 2-ാമത്തെ എന്താ? വൻസുറന്നി ഫിൽ ഖിയാമ. വൻസുറന്നി ഫിൽ ഖിയാമ എന്താണ് അതിൻ്റെ അർത്ഥം? ഖിയാമ നാളിൽ എന്നെ സഹായിക്കണമേ. ഖിയാമ നാളിൽ എന്നെ സഹായിക്കണമേ. 3-ാമത്തെ എന്താ? അൽ മുഅ്മിനൂന ഫായിസൂൻ. അൽ മുഅ്മിനൂന ഫായിസൂൻ എന്താണ് അതിൻ്റെ അർത്ഥം വരിക? അൽ മുഅ്മിനൂന, മുഅ്മിനീങ്ങൾ, വിശ്വാസികൾ എന്നും പറയാം. ഫായിസൂൻ എന്ന് പറഞ്ഞാൽ വിജയികളാണ്. അൽ മുഅ്മിനൂന ഫായിസൂൻ, വിശ്വാസികൾ വിജയികളാണ്. ഉത്തരങ്ങളൊന്നും കൂടി പറയാം. 1, നജ്ജിനി മിൻ കുല്ലി ഷെറിൻ, അതിൻ്റെ അർത്ഥം എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തേണമേ. 2, വൻസുറന്നി ഫിൽ ഖിയാമ, അതിൻ്റെ അർത്ഥം ഖിയാമ നാളിൽ എന്നെ സഹായിക്കണമേ. 3, അൽ മുഅ്മിനൂന ഫായിസൂൻ, അതിൻ്റെ അർത്ഥം വിശ്വാസികൾ വിജയികളാണ്. ഇനി 6-ാമത്തെ ആക്ടിവിറ്റി നത്തിമ്മു, പൂർത്തീകരിച്ചു കൊടുക്കാനാണ്. വഫിഖന്നി ഡാഷ് ഡാഷ് വൽ ഇബാദ. അതിൻ്റെ ആൻസർ നമ്മൾ നേരത്തെ പറഞ്ഞ പദ്യത്തിൽ തന്നെ ഉണ്ട്. വഫിഖന്നി കഴിഞ്ഞിട്ട് കുല്ല വഖത്തിൻ, പിന്നെ വൽ ഇബാദ എന്നുള്ളതിൻ്റെ മുമ്പ് ചേർത്ത് കൊടുക്കേണ്ടത് ലിസ്വലാത്തി എന്നാണ്. അപ്പോൾ വഫിഖന്നി കുല്ല വഖത്തിൻ ലിസ്വലാത്തി വൽ ഇബാദ. മദ്രസ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വളരെ ഉപകാരപ്രദമായ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകളൊക്കെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.